എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷം അയം നിജ പരോവേത്തി ഗണനാ ലഘുചേതസാം ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം. ഇയാൾ വേണ്ടപ്പെട്ടവനാണ്, ഇയാൾ അന്യനാണ് തുടങ്ങിയ ചിന്തകൾ വളരെ ഇടുങ്ങിയതാണ്. ഉദാരമായ മനസ്സുള്ളവർക്ക് ലോകം തന്നെയാണ് കുടുംബം. ഭാരതീയ സംസ്കാരത്തിൻ്റെ ആണിക്കല്ലെടുത്ത് പറയാവുന്ന വേദോപനിഷത്തുകളെല്ലാം തന്നെ സാമാന്യമായിട്ടുള്ള ഒരു വരിയുണ്ട്. മിക്ക ഉപനിഷത്തുകളിലും അവസാനിക്കുന്നതും ഈ വരിയോടുകൂടിയാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് ആ സൂക്തി. ഇന്നയാൾക്ക് മാത്രം സുഖമുണ്ടാകട്ടെ, അല്ലെങ്കിൽ എൻ്റെ ആൾക്കാർക്ക് മാത്രം സുഖമുണ്ടാകട്ടെ എന്നല്ല, ലോകത്തിന് മുഴുവൻ സുഖമുണ്ടാകട്ടെ എന്നാണ്. അത്രയും വിശാല മനസ്സിന് ഉടമകളായിരുന്നു നമ്മുടെ പൂർവികർ. വിവേകാനന്ദൻ്റെ പ്രശസ്തമായ ചിക്കാഗോ പ്രസംഗം നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട്. അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്നാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്. മലയാള ഭാഷയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഹെർമർ ഗുണ്ടർട്ട് വിദേശിയായിരുന്നു. അങ്ങനെ നിരവധി പേർ. ലോകം ഒരേ ഒരു കിളിക്കൂടായി കണ്ടവർ. നടരാജഗുരുവിൻ്റെ ഏകലോക സിദ്ധാന്തമൊക്കെ ഉദാരമായ വിശാലമായ മനസ്സിൽ നിന്ന് രൂപം കൊണ്ട ആശയമായിരുന്നു. ഇന്ന് മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, സംവരണത്തിൻ്റെ പേരിൽ രാഷ്ട്രീയക്കാരനും മതമേലധ്യക്ഷന്മാരും ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ്. വളരെ ഇടുങ്ങിയ ചിന്താഗതിയാണ് അവരുടേത്. അവരുടെ ലോകത്തിന് ചുറ്റും കനത്ത കോട്ടമതിൽ കെട്ടിയിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുള്ള ഈ ഒരു ശ്ലോകം നമ്മൾ ഓർത്താൽ നല്ലതാണ്. അയം നിജ പരോവേത്തി ഗണനാ ലഘുചേതസാം ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം.